ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇന്നിപ്പം വട്ടയപ്പമാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണമൊക്കെ മതി ഞങ്ങൾക്ക്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചു. അടുത്തത് ഞാനിതാ ഇഡലി പാത്രത്തിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് വേഗം കുറച്ച് സമയമെടുക്കും, ഒരു 20 മിനിറ്റ്സ് അടുത്തെടുക്കും കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ നമുക്ക് ഒരെണ്ണമൊക്കെ മതി, ഒന്നോ രണ്ടോ ഒക്കെ മതി, നമുക്ക് ധാരാളമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് കുറച്ച് ക്ലീനിങ്ങും എന്താ പറയുക, നമുക്ക് ക്രിസ്മസ് ആയില്ല, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിട്ടുള്ളൊരു ദിവസം കേട്ടോ. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ പതുക്കെ ക്ലീനിങ്ങിന് കയറി. അപ്പോൾ ഇത് അമ്മ ഇവിടെ ഉണ്ട്. അമ്മൂന് ക്ലാസ്സില്ല, അമ്മൂന് എന്താ പറയുക, ഇന്ന് ആനുവൽ ഡേ ആണ്. അപ്പോൾ അമ്മുവാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും ട്രീ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിസംബർ ആദ്യ ആഴ്ചയിൽ തന്നെ നമ്മൾ ട്രീ വെച്ചായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ വർഷവും നമുക്ക് മേടിച്ച സാധനങ്ങൾ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളത് എടുത്ത് വയ്ക്കും. അപ്പോൾ അത് തന്നെ നമ്മൾ വീണ്ടും അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള അലങ്കാരങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ അമ്മൂന് ഇന്ന് ആനുവൽ ഡേ ഉണ്ട് വൈകുന്നേരം. അപ്പോൾ അമ്മൂന് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും സ്കൂളിലെത്തണം. അപ്പോൾ അമ്മൂന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രാക്ടീസും അങ്ങനെയൊക്കെ ആയിട്ട് എത്തണം. അപ്പോൾ അതിനു മുമ്പ് അമ്മൂത അവിടെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ കിടന്ന് വീഡിയോ എടുത്തു തന്നു. അപ്പോൾ ഞാൻ മേൾവശം ആദ്യം അടിച്ച് അവിടെ നിന്ന് തുടച്ചിട്ടിട്ട് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയതാണ്. ഇനി ഇവിടെ ഇതാ ഞാൻ അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചെയറൊക്കെ ഒന്ന് കൂട്ടി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടപ്പോഴത്തേക്കും അവിടെ കുറച്ചൊക്കെ പൊടികൾ നമുക്ക് വീണ്ടും വരില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞു. അപ്പോൾ ഇനി ഇത് എനിക്കൊന്ന് തുടച്ചും കൂടെ എടുക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞേച്ച് കിച്ചണും കൂടെ ഒന്ന് അടിച്ച് വാരി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ക്ലീനിങ് കഴിയും. മേൽവശത്തെ ക്ലീൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ തുണി അലക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു കവറിലേക്ക് മേളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് കിച്ചണിൽ ഞാൻ കൊണ്ടുപോയി വയ്ക്കുക ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ കിച്ചണിൽ നിന്ന് കുറച്ച് എന്തോ കവറുകളൊക്കെ മേളിൽ നിന്ന് കിട്ടി. അപ്പോൾ അതെല്ലാം കൂടി ഒരു കവറിലിട്ട് ഞാൻ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ മാറ്റി അലക്കാനും ഒക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള കവറുകളൊക്കെ എടുത്ത് മടക്കി വയ്ക്കണം. അപ്പോൾ അമ്മു നിന്ന് സ്കൂളിൽ പോകുമ്പോൾ ഒരു കവർ ലേബൽ ചെയ്ത് കൊടുത്തു വിടണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് ഈ കവർ മതി എന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു 5:30ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മുൻ്റെ ഒരു ഡാൻസ് ഒരു 7 മണിയോടുകൂടിയൊക്കെ ഉണ്ടാവും. അമ്മു ഡാൻസിനാണ് കേട്ടോ. അപ്പോൾ ഇത് അതിനകത്തുനിന്ന് എനിക്ക് മേളിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടിയത്. അപ്പോൾ ഞാൻ അമ്മുവിനെ കാണിച്ചു കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ അത് ആക്കി എടുത്ത് വെച്ചു. അപ്പോൾ കിച്ചണും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്ലീനിങ് കഴിയും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രിസ്മസിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് എല്ലാം ഒന്ന് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് സത്യം ഞാൻ മടുത്തായിരുന്നു കേട്ടോ. നല്ല ചൂടുമാണ് നമുക്ക്. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ അമ്മു കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അവൾക്ക് വീഡിയോ എടുക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുത്തു തരും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷെയ്ക്കാവും കേട്ടോ. നമ്മളെന്താണോ ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല, അവൾക്ക് തോന്നുന്ന പോലെ അവൾ ഷൂട്ട് ചെയ്യും. ചിലപ്പോൾ അവൾ വീഡിയോ റെക്കോർഡിങ്ങിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്കാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ മാക്സിമം അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇടുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ പൊടി തട്ടുന്ന ഈ സാധനം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഉപകാരം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം അടിച്ച് വാരുന്നതിന് മുമ്പ് നമ്മൾ പൊടി തട്ടിയാൽ അടിച്ച് വാരി കഴിയുമ്പോഴും നമുക്ക് ഈ ടേബിളേ കൂടെയൊക്കെ ചെറുതായിട്ട് പൊടികളൊക്കെ കാണാം കേട്ടോ. അപ്പം നമ്മളത് ശ്രദ്ധിക്കില്ല. അപ്പം നമ്മൾ ഈ തുണി വെച്ച് വൈപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ വൈറ്റ് ടേബിൾ ആയതുകൊണ്ട് ഒരു കളറ് പോലെ അല്ല ചെളി അങ്ങനെ പൊടി പോലെ അതിൽ ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ, വെള്ളം കൂടെ ആകുമ്പോൾ. അപ്പോൾ ഇത് വെച്ച് അങ്ങോട്ട് നമ്മൾ അടിക്കുന്നതിന് മുമ്പ് തുണി വെച്ച് തുടച്ചിട്ട് അതൊന്ന് ഉണങ്ങുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ച് വാരി കഴിയുമ്പോൾ ഇത് വെച്ചിട്ടൊന്ന് പൊടി തട്ടി വിട്ടാൽ നല്ല നീറ്റായിട്ട് കിടക്കും. എല്ലാം പൊടികളൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും. പിന്നെ ഞാൻ കൂടുതൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് മറ്റേ പുളിച്ചൂലാണ് എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടം. പക്ഷേ അതിന് പൊടിയുള്ളതുകൊണ്ട് അതെനിക്ക് ഭയങ്കര അലർജി, പിന്നെ ചൊറിയാനൊക്കെ തുടങ്ങും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനും അമ്മൂത ഒന്ന് കുളിച്ച് ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ കുഷ്യൻ കവറൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ കുഷ്യനെ ഒന്ന് കവർ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മറ്റേ ക്രിസ്മസ് തീമിലുള്ള കുറച്ച് കുഷ്യൻ കവർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ലോ ക്വാളിറ്റിയാണ് ഈ സാധനം. അത് നമുക്കറിയായിരുന്നു കേട്ടോ മേടിക്കുന്നതിന് മുമ്പേ. പിന്നെ വൺസിലേക്ക് ഒരു പ്രാവശ്യമൊക്കെയല്ലേ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇത് മതിയെന്ന് വിചാരിച്ചപ്പോൾ മാക്സിമം ഇത് അലക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് അലക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലെയറുണ്ട്, അത് പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് മാക്സിമം അല്ലെങ്കിൽ പിന്നെ കൈ വെച്ച് നമ്മൾ ഹാൻഡ് വാഷ് വല്ലതും ചെയ്തിട്ട് തിരിച്ചെടുത്ത് വയ്ക്കണം. മെഷീൻ വാഷൊന്നും ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നാൾ ഞാൻ മീഷോയിൽ നിന്ന് ഇങ്ങനെ മേടിച്ചായിരുന്നു. അപ്പോൾ അതിപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല. നമ്മളത് എടുത്ത് കുഷ്യനിലിടുമ്പോൾ വെറുതെ പൊടി കുഷ്യൻ വഴി പുറത്തേക്കും അങ്ങനെയൊക്കെ ആയിട്ട് നിറച്ച് സോഫയിലൊക്കെ പൊടിയാവാറുണ്ട്. അപ്പം ക്വാളിറ്റി വൈസ് ഇതൊന്നും ഒട്ടും കൊള്ളില്ല കേട്ടോ. പിന്നെ ഈ പിക്ചറൊക്കെ കണ്ട് നമുക്കൊരു ക്രിസ്മസിൻ്റെ ആ ഒരു തീം വരാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മളിത് മേടിച്ചിരുന്നു. അപ്പം
അമ്മ ഉള്ളപ്പോഴും ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അവൾക്കിത് ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമായതുകൊണ്ട് അവളുള്ള ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആനുവൽ ഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് അമ്മു കൂടെ കൂടുന്നുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട്. അപ്പോൾ അമ്മുവായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയോ അതിനകത്തോടെ പറയുന്നുണ്ട് അമ്മു. അമ്മുവിൻ്റെ കയ്യിൽ മൈക്കും ഉണ്ടായിരുന്നു. അല്ല, ഇപ്പം എൻ്റെ കയ്യിലായിരുന്നു മൈക്ക്. അത് കഴിഞ്ഞപ്പോൾ അമ്മുവിന് വേണമെന്ന് പറഞ്ഞ് അമ്മു മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇത് ട്രീ ഒക്കെ ഞങ്ങളിത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഷ്യൻ കവർ പക്ഷേ കാണാനൊക്കെ നല്ല ലുക്കാട്ടോ, നല്ല രസമാണ് ഈ പിക്ചറൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതാ കുഷ്യൻ കവറൊക്കെ ഞാൻ വെച്ചു. അപ്പോൾ ഞാൻ ആദ്യം സോഫയ്ക്ക് കവറിടാതെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടോ. അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ അങ്ങനെ വലിയൊരു ഭംഗി തോന്നുന്നില്ല. അപ്പോൾ അമ്മുവാണ് ഇപ്പോൾ എനിക്ക് അഭിപ്രായം ചോദിക്കാൻ ആപ്പാടെ ഇവിടെയുള്ള ഒരാൾ. അപ്പോൾ അമ്മുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മുവിന് കാണാൻ കൊടുക്കുവാണെങ്കിൽ അമ്മു നല്ല അഭിപ്രായം പറയട്ടെ, ഇല്ലെങ്കിൽ അമ്മു കൊള്ളില്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു ഡള്ളായിട്ടൊരു ഫീല്. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഇപ്പുറത്തൊരു ബീൻ ബാഗ് ഉണ്ടായിരുന്നു. ആ ബീൻ ബാഗിന് 2 വൈറ്റ് കവറിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് സോഫയുടെ കവർ തന്നെ ഞാൻ വീണ്ടും എടുത്തിട്ടു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കർട്ടനൊക്കെ ഈ ഗ്രീനും വൈറ്റും ഒക്കെ ആയതുകൊണ്ട് സോഫ കവറും കുഴപ്പമില്ല, ഇത് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അതിട്ട് കഴിഞ്ഞപ്പം വലിയ കുഴപ്പമില്ല, കുറച്ചൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് എടുത്തിട്ട് കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് എന്താണെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കരോള് വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വോയിസ് ഓവർ കൊടുക്കുന്ന കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊക്കെ ഇതിനകത്തിപ്പോൾ ഇന്നത്തെ ദിവസം ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പം കുറച്ചും കൂടെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഡെക്കറേഷനുണ്ട്, സാധനങ്ങൾ വെക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ വേറൊരു അത്യാവശ്യം നല്ല രീതിയിലൊരു ഫീല് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇപ്പോൾ ഡോറയിൽ ഞാൻ ഒരു സാധനം ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു ചാടി പോരും കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇതാണ് മെറി ക്രിസ്മസ് എന്നുള്ള ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഡോറയെ ഹാങ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഡോറയിൽ ഹാങ് ചെയ്തപ്പോൾ അത് താഴെ ചാടി പോകുന്നു. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിലൊരു ലൈറ്റ് ഉണ്ട്, അപ്പോൾ അതിലിട്ട് നോക്കിയപ്പോൾ ഇത് ഈ സാൻഡയുടെ ഒരു സ്റ്റിക്കാണ് കേട്ടോ ഇത്. അപ്പം അതെന്തായാലും ഉപകാരപ്പെട്ടു. അപ്പോൾ അതിലിട്ട് നോക്കി. അത് ഞാൻ ആദ്യം ഓക്കെ ആയിരുന്നു, പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഡോറയിൽ ഇതുപോലത്തെ ഒരു സ്റ്റാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വലിയ വെയിറ്റ് ഇല്ല, പക്ഷേ മറ്റേ ആ മെറി ക്രിസ്മസിന് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ട്രീ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനത്തെ ഒരു സ്റ്റാർ പോലത്തെ ഒരു റീത്ത് നമ്മൾ ഡോറയിലും വെച്ചു. പിന്നെ ആദ്യം ഞാൻ എന്താ പറയുക, റെഡ് തീമിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കർട്ടനും എല്ലാം നമ്മൾ കളർ ചേഞ്ച് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട്, അപ്പോൾ ഉള്ളത് ഗ്രീനാണ് ശരിക്കും ഈ കർട്ടന്. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പം അത് വേറൊരു കളറിൽ ഒരു ബ്ലൂ വരുന്ന എന്തൊരു കളറായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ചെറിയ രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മുവിനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇപ്പോൾ ഒരു 7 മണിയായി സമയം. ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇപ്പോഴാണ് ഒരു 5:30ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ സ്കൂളിലെത്തി. അവിടെ ചെന്നപ്പം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പേടിയായിരുന്നു അമ്മുവിൻ്റെ കഴിഞ്ഞു എന്ന്. പക്ഷേ അവിടെ ഞങ്ങളൊരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അമ്മുവിൻ്റെ കഴിഞ്ഞിട്ടില്ല, 2 പ്രോഗ്രാമും കൂടെ കഴിഞ്ഞിട്ടാണ് അമ്മുവിൻ്റെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പം അമ്മുവിൻ്റെ പ്രോഗ്രാം ഇതാണ്. എന്തോ ഇപ്പോഴത്തെ ഒരു ശിവം എന്നുള്ളൊരു പാട്ടില്ല, അത് വെച്ചിട്ടാണ് കേട്ടോ ഡാൻസ്. അപ്പോൾ ഫുള്ള് ഓറഞ്ച് തീമിലായിരുന്നു എല്ലാവരും. ഈ ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്ന കേട്ടോ അമ്മു. അപ്പോൾ അത് കഴിഞ്ഞ് പക്ഷേ ഇപ്രാവശ്യം പെട്ടെന്ന് ഞങ്ങൾ ചെന്നൊരു 10 മിനിറ്റ് കൊണ്ട് അമ്മുവിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി മെറി ക്രിസ്മസ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ.